എന്താണ് ഇന്നത്തെ ഇന്നൊരു ഫുഡല്ല, ഇന്നൊരു ഇവന്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. കഴിക്കാമല്ലോ അല്ലേ? നമുക്ക് കണ്ടിട്ട് ഈന്തപ്പഴങ്ങളുടെ വ്യത്യസ്ത രുചികൾ സമ്മാനിക്കുകയാണ് ലിവ ഈന്തപ്പഴോത്സവം. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലുതും ശ്രദ്ധേയവുമായ ഈ ലിവ ഈന്തപ്പഴ മേളയിലേക്ക് കൊടും ചൂടാണ് അവിടെ. പക്ഷേ സന്ദർശക തിരക്ക് നല്ലോണം ഉണ്ട്. ദുബായിൽ നിന്ന് 350-ലധികം കിലോമീറ്റർ അകലെയാണ് ഈ ലിവ ഈന്തപ്പഴ മേള നടക്കുന്നത്. അവിടെ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈന്തപ്പഴ കൃഷിയെയും ഈന്തപ്പഴ കർഷകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വർഷങ്ങളായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈന്തപ്പഴോത്സവം ലിവയിൽ സംഘടിപ്പിക്കുന്നത്. ലിവയിൽ പ്രത്യേകമായ ഒരുക്കിയ വേദിയിൽ വിവിധ ഇനങ്ങളിലുള്ള ഈന്തപ്പഴങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഈന്തപ്പഴത്തിൻ്റെ വലിപ്പം, നിറം, രുചി, ജനുസ് എന്നിവയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടുത്തെ പ്രദർശനം. ഈന്തപ്പനയും ഈന്തപ്പഴത്തെക്കുറിച്ച് അറിയാൻ മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് സന്ദർശകരാണ് മേളയിലേക്ക് ഒഴുകിയെത്തിയത്. നമ്മൾ ആദ്യമായിട്ട് വരുന്നത് ഈ ഭാഗത്തുണ്ടാകുമ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ആളുകളുടെ തിരക്ക് വളരെയായിട്ട് അനുഭവപ്പെട്ടു. കാരണം നമ്മൾ കുറേ കാലം ഇവിടെ താമസിക്കുമ്പോൾ അത്ര ആളുകളൊന്നും ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഇവിടെ ഒരു ട്രാഫിക് എന്ന് പറഞ്ഞ പോലെ അത്രക്ക് ഒരുപാട് ആളുകൾ, അതായത് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് മാറി ജോലി ആവശ്യാർത്ഥമൊക്കെ സിറ്റിയിലൊക്കെ പോയവരെല്ലാം ഈ നാടിൻ്റെ ഒരു ഉത്സവം എന്ന രീതിയിൽ അവരെല്ലാം ഈ സമയത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ഈന്തപ്പനയും എമിറാത്തി സംസ്കാരവും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് മനസ്സിലാക്കും വിധമാണ് പ്രദർശനം. എമിറാത്തികളുടെ ജീവിത രീതി, പൈതൃകവും വിവിധ പ്രദർശനങ്ങളിലൂടെ വിശദമാക്കുകയായിരുന്നു മേള. ലിവ അന്താരാഷ്ട്ര ഈന്തപ്പഴോത്സവത്തിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.